മെട്രോ രൂപീകരണത്തെക്കുറിച്ചും ജില്ലാ രൂപീകരണത്തെക്കുറിച്ചും ബഡ്ജറ്റിനും ധവളപത്രത്തിനും ശേഷം താങ്കളുടെ നിഗമനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എന്താണ്? ഇന്ന് 27 ജൂൺ 2026 ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, 18 മെയ് 2026 നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ശേഷം 21 മെയ് 2026 MLA-മാരുടെ സത്യപ്രതിജ്ഞാ ദിവസം വിസ്മയങ്ങൾ സൃഷ്ടിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ തിരുവനന്തപുരത്തിന്റെ വടക്കു ഭാഗത്തായി ആറ്റിങ്ങൽ വർക്കല മുനിസിപ്പൽ കോർപ്പറേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ധവളപത്രവും ബഡ്ജറ്റും പുതിയ മന്ത്രിസഭയുടേതായി അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. എന്നാൽ സമയബന്ധിതമായി ഒരു ജില്ലാ രൂപീകരണം നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. മാറി മാറി വന്ന സർക്കാരുകൾ മെട്രോ നടപ്പിലാക്കുന്നതിന് ബഡ്ജറ്റിൽ തന്നെ കോടികൾ അനുവദിച്ചിട്ടും ഇതുവരെയും മെട്രോ പദ്ധതിക്ക് യാതൊരു അനക്കവും നടക്കുന്നതായി ജനങ്ങൾക്ക് തോന്നുന്നില്ല. ആയതിനാൽ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും UDF സർക്കാരിനോടും അങ്ങേയറ്റം ആദരവോടുകൂടി പറയുവാനുള്ളത് എന്തെന്നാൽ, തിരുവനന്തപുരം ജില്ലയിലെ 3 പ്രധാന പോർട്ടുകളായ പൂവാർ, വിഴിഞ്ഞം, മുതലപ്പൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ചുറ്റുമുള്ള ജനങ്ങളുടെ വികസനത്തിനുമായി 3 ജില്ലകളായി തിരിക്കുക. നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, വർക്കല, ആറ്റിങ്ങൽ. വർക്കല ആറ്റിങ്ങൽ ജില്ല ഇപ്പോൾ രൂപീകരിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി വർക്കല, ചിറയൻകീഴ് താലൂക്കുകളുടെ വികസന മുരടിപ്പിൽ മാറി മാറി സർക്കാരുകൾ ചെയ്ത ജനദ്രോഹ നടപടി തുടരുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. LDF-നെയും UDF-നെയും മാറി മാറി പരീക്ഷിച്ചിട്ടും എന്നും അവഗണന മാത്രം നേരിടുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ പുതിയ സർക്കാരിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും. വർക്കല ആറ്റിങ്ങൽ പ്രദേശത്തെ ജനങ്ങൾക്കും ജൻസികൾക്കും വേണ്ടത് വീര്യം കുറഞ്ഞ വീര്യമുള്ള ജില്ലയും വീര്യമുള്ള മെട്രോ പദ്ധതിയുമാണ്. വീര്യം കുറഞ്ഞ ലൈറ്റ് മെട്രോ സ്ഥാപിക്കേണ്ടത് മലയോര ഭാഗത്താണ്. ഏഷ്യയിലെ തന്നെ പ്രമുഖ തുറമുഖമായ വിഴിഞ്ഞവും ബ്രിട്ടീഷുകാർ കണ്ടെത്തി കോട്ട പണിത മുതലപ്പൊഴിയും പൂവാർ കപ്പൽ നിർമ്മാണശാലയും വരുന്ന ഈ പ്രദേശത്ത് നടപ്പിലാക്കേണ്ടത് വീര്യമുള്ള മെഗാ മാഗ്നോ മെട്രോ ആണെന്ന് വിനയപൂർവ്വം പറയുന്നു. അതുകൂടാതെ തിരുവനന്തപുരത്തെ വയലുകളെല്ലാം നികത്തി ലാൻഡ് മാഫിയ പ്ലോട്ടുകളായി തിരിച്ചിട്ടുള്ള ഈ സമയമാണ് മെഗാ മെട്രോ സ്ഥാപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമെന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.